ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മുടെ ഒരു എവറിഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം. തലവൻ ഈ പറയുന്ന ഈ സിനിമയിൽ എവിടെയും നമ്മൾ ആരാണ് തലവനെന്ന് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന ബീച്ചേട്ടൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പൊ ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു, ബീച്ചേട്ടാ ഈ കഥ 45 മിനിറ്റിലും പറയാം, 2.25 മണിക്കൂറിലും പറയാം, ഞാൻ എങ്ങനെ പറയണം? സമയത്ത് ചേച്ചി കൂടെ കൂട്ടിയിട്ട് 22 വർഷമായിട്ടുള്ളൂ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഇടി കൊള്ളുന്ന ഒരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല. ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. പിന്നെ അതെല്ലാം ഒലിച്ചു പോയി. ഇപ്പൊ രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലവന്റെ പ്രൊഡ്യൂസറാണ്. ഈ ഷോ ചാവേർ എന്ന ചിത്രങ്ങൾക്ക് ശേഷം അരുൺ നാരായൺ പ്രൊഡക്ഷൻസും സിജോ ലണ്ടൻ സ്റ്റുഡിയോസും ചേർന്നാണ് ഈ സിനിമ നിങ്ങളുടെ മുന്നിൽ 24-ാം തീയതി എത്തിക്കുന്നത്. ജിസ്സാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബീച്ചേട്ടനും ആസിഫ് അലിയും, മിയയും, അനുശ്രീ, ജിരീഷ് പോത്തൻ, ജാഫർ ഇടുക്കി, കോട്ടയം നസീർക്ക, ശങ്കർ രാമകൃഷ്ണൻ, രഞ്ജിയേട്ടൻ, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് സിനിമയിൽ. ട്രെയിലർ വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ. നിങ്ങൾക്കതെല്ലാം മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. സിനിമയെക്കുറിച്ച് എനിക്കൊന്നു ജിസ് സംസാരിച്ചു തുടങ്ങും. എന്നിട്ട് നമുക്കൊരു ഇൻട്രാക്ഷൻ സെഷനിലേക്ക് പോവാം. അതിന് താങ്ക് യു എല്ലാവരും വന്നതിന്. നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ആണ് നിങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നതിന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് വളരെയധികം മാറി ചെയ്യുന്ന ഒരു സിനിമയാണ് തലവൻ. തീർച്ചയായിട്ടും ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. 24-ാം തീയതി മെയ് 24-ന് റിലീസാവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക് യു. ചോദിക്കാം. വിജയേട്ടാ, ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഒട്ടും അങ്ങനെ ആക്സിഡന്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണല്ലോ. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ. ഒരുപാട് ആളുകൾ ഓർത്തു വയ്ക്കുന്ന, പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന, പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയൊന്ന് ഞങ്ങളോടൊന്ന് പറയാം, അതിൻ്റെ ജോയ്. 30 വർഷം ഇപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ ഗണപതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട് നീ നേരെ ചോദിച്ചു. ഈ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. ആക്ച്വലി ഒന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി എന്താണ് ചെയ്തതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമയൊന്ന് കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതമാർഗ്ഗം ഇതാണെന്ന് അറിഞ്ഞു. പക്ഷെ ഇവിടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും തുടങ്ങി. കുഴപ്പമില്ലാതെ ഈ വർഷം വരുമ്പോൾ വളരെ സന്തോഷം. ഇതൊരു 30 വർഷം കൂലൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ജസ്റ്റ് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ, നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പോലീസ് സിനിമകളൊക്കെ തന്നെ കുറേ കൂടി പോലീസുകാരുടെ അവരുടെ വർക്കിലെ ചാലഞ്ചസ് അവരുടെ പേഴ്സണൽ ലൈഫും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജോസഫ് ആയാലും ശരി, ശ്രദ്ധിക്കപ്പെട്ട ഇലവിഴ പുഞ്ചിരായാലും ശരി, കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെ അത് അന്വേഷകരിലേക്ക് കൂടി നീളുന്ന സിനിമയായിരുന്നു. അപ്പോൾ തലവനിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ ആവനാഴിയൊക്കെ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറേ സീൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണോ? അല്ല, ഒരുപാട് സ്ലോ മോഷനും പഞ്ച് ഡയലോഗും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല. സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആവശ്യത്തിന് ഡ്രാമയുണ്ട്. സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന, കൃത്യമായി ഈ ഭൂപ്രദേശത്ത് നടക്കുന്നതൊന്നും പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനം തോട്ട എന്ന് പറയുന്ന, ഞങ്ങൾ സാങ്കല്പികമായ പേരാണ്, അവിടെ നടക്കുന്ന പോലീസ് പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ്. പോലീസിൻ്റെ ഹൈറാർക്കി വിഷയമായിട്ടുള്ള, പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള, എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡാറ്റയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഫോർമുലയിലാണ് ഞാനിത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി ജിസ് ജോയി എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി എന്റർടൈനിങ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകളിൽ നിന്നുള്ള ഒരാളാണ് താങ്കൾ. അപ്പം അതിൽ നിന്ന് മാറി ഒരു ത്രില്ലർ ജോണിലേക്ക് കയറാൻ അത് ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണോ അതോ അല്ല? അങ്ങനെയല്ല, ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല. എനിക്ക് ഈ
ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ 2 റൈറ്റേഴ്സിൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം, അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെന്റ് തോന്നുമെന്ന്. അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു. ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബിജുവേട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജുവേട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറയുമായിരുന്നു, ഇപ്പോൾ സൺഡേ ഹോളിഡേയിൽ ശ്രീനിവാസൻ സാർ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ബിജുവേട്ടൻ ഇത് കഥ കേട്ട് ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബിജുവേട്ടന് ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അച്ഛൻ പോലീസായിരുന്നു, പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ്. സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന, ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ബിജുവേട്ടൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ. അറിയാം, ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു, 30 വർഷമായിട്ട് നമ്മൾ ബിജുവേട്ടനെ കണ്ടോണ്ട്, ഇത് ചെറിയ കാര്യമല്ല 30 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിൽ പാഷൻ നഷ്ടപ്പെടാതെ പുതിയ 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 ആർക്കറിയാൻ പോലത്തെ സിനിമകളും, എന്നാൽ ഒരു സൈഡിൽ ഓർഡിനറി പോലത്തെ സിനിമകളും, വെള്ളിമൂങ്ങ പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ്. രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ്. അപ്പോൾ ആസിഫ് സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകെട്ട് ഉള്ളതാണ്. പക്ഷേ വിജയനുമായിട്ടുള്ള കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് എക്സൈറ്റ്മെന്റ് എന്നുള്ള വേർഡ് ഇപ്പോൾ പറഞ്ഞ് ക്ലീഷ ആയിട്ടുണ്ടെങ്കിലും വേറെ വേർഡ് കിട്ടാത്തതുകൊണ്ട് പറയാണ്, അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു തലവൻ. ആസിഫ് എന്ന് പറയുന്നത് ജിസ്റ്റോയെ സംബന്ധിച്ച് ഒരു ലക്കി ചാമാണോ? അതുകൊണ്ടാണോ ഈ സിനിമയിലും? അത് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്കി ചാം എന്നുള്ള വേർഡിനകത്തുള്ളൊരു വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ ആസിഫ് ഫിറ്റ് ആയിരുന്നു കഥാപാത്രം. ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും, ഇപ്പോൾ ഈ സിനിമ ഉൾപ്പെടെ. അപ്പോൾ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, രണ്ടുപേരും കട്ടയ്ക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇതിലെ സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം കഥ പറയില്ല അല്ല, ഒരു ദിവസം എനിക്ക് അതിന് ശീലമില്ലാത്തതിൻ്റെ ആയിരിക്കും, നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി. നമ്മൾ ആരും ഓർത്തില്ല, ഞാൻ മറന്നുപോയി. എൻ്റെ ബീച്ചേട്ടൻ്റെ കൂടെ ആയിരുന്നു സീൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആരും ഓർത്തില്ല. പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ബീച്ചേട്ടൻ, എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ? അപ്പൊ ഞാൻ അയ്യോ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല. എന്നിട്ട് അത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു. ആർക്കും അത് ഓർമ്മയും വന്നില്ല. അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ ബീച്ചേട്ടൻ തന്നെ അതിനൊരു ടിപ്പ് പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മളെല്ലാരും മറന്നു പോകാൻ സാധ്യതയുണ്ട്. വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? കുഴപ്പമില്ല അല്ലേ? 30 വർഷം ആയതിന്റെ ഒരു 30 വർഷം വിട്ടേക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു തന്നു, നമ്മൾ മറന്നുപോകും ഇങ്ങനത്തെ ഒരു കാര്യം. നമുക്ക് ശീലമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ ചിലപ്പം തലേന്നത് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരു നീ ക്യാപ്പോ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം, ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനാ ഞാനിട്ട, ആ കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു 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 ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം പിന്നെന്താ പറയുന്നത്, ഇതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും. ഈ ഒരു ഇവരുടെയൊക്കെ കൂടെ ബിജേപിയുടെയും ആസ്ഫിക്കിന്റെ കൂടെ ഒക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, ഈ ഒരു ടീം എന്ന് പറഞ്ഞപ്പോ ജിസ്റ്റേന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. അനുചേട്ടൻ്റെ ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. വിജയേട്ടന്റെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സംയുക്ത ചേച്ചി എപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ. ഒരു കാലഘട്ടത്തിൽ വിജയന്റെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സംയുക്ത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ 30 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സംയുക്ത ചേച്ചിയെ പറ്റി എന്താണ് പറയാനുള്ളത്? സംയുക്ത ചേച്ചി കൂടെ കൂട്ടിയിട്ട് 22 വർഷമായിട്ടുള്ളൂ.
ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അല്ല തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ സമയത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമയെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ പണ്ട് നമ്മൾ പോലീസ് കഥാപാത്രം എന്ന് ഓർക്കുമ്പോൾ സുരേഷ് ചേട്ടനെയായിരുന്നു ഓർക്കുന്നത്. ഇപ്പോൾ അത് വിജയേട്ടനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണോ അതോ അത് ചെയ്യാൻ നല്ല ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണോ? ഇത് ആക്ച്വലി സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ അന്ന് കിട്ടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോയിട്ട് ഇപ്പോൾ അന്നത്തെ നമ്മുടെ ഒരു അപ്പിയറൻസും ഒരു സീരിയസ് റോൾസുമാണ് കൂടുതൽ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് സപ്പോർട്ടീവ് പോലീസ് ക്യാരക്ടേഴ്സ് റോൾസ് വന്നിരുന്നു. പിന്നെ സിനിമയിൽ കൂടുതൽ ഓപ്ഷന് പോവാതെ ഒരാൾ ഒരു ക്യാരക്ടർ ചെയ്തത് വർക്ക്ഔട്ട് ആണെങ്കിൽ നാച്ചുറലി അയാളെ ഇതിനെ വിളിക്കും. അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിരുന്നു. പിന്നെ നമുക്ക് തന്നെ ഒരു ക്ലീഷയായിട്ട് കുറേ ആൾ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും അത് തുടങ്ങിയത് അനുരാഗരിക്കുമ്പോൾ ഞാനും ആസിയായിട്ട് ചെയ്തതിന് ശേഷമാണ്. പിന്നെ പോലീസ് ക്യാരക്ടേഴ്സ് വരും, പലരും ഒഴിവാക്കാൻ തോന്നും. പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യാനായിട്ട്. അപ്പം അതിന് ആ സമയത്ത് കൂടുതൽ ഇഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു വേഷത്തെ പറ്റി അധികം ബോധപ്പെടാതിരിക്കും. അതുപോലെ തന്നെ അയ്യപ്പൻ കോശിയിലൊക്കെ വരുമ്പോഴത്തേക്കിനും ഒരു ഈഗോസ്റ്റിക് ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണോ പോലീസിലുള്ള ഒരു ഈഗോസ്റ്റിക് ഇതാണോ ഈ കഥ പറയുന്നത്? ട്രെയിലർ വന്നപ്പം അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. ഇതൊരു ഈഗോ ബേസ്ഡ് സിനിമയല്ല ആക്ച്വലി. പക്ക ഒരു പോലീസ് പ്രൊസീജിയറാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന പോലീസിലാണെന്നേ ഉള്ളൂ. ഒരു ഇൻവെസ്റ്റിഗേഷൻ, തറോ ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. എല്ലാ ഒരു സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്നത് നമുക്ക് അത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം. ഇപ്പോ ചില ആക്ടേഴ്സ് പോലീസ് റോൾ ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റാർഡം ഒക്കെ അടുത്ത ലെവലിലേക്ക്. ഇപ്പോൾ സൂര്യ സിംഗം ചെയ്യുന്നു, അല്ലെങ്കിൽ കമലഹാസൻ കാക്കിസട്ടൊക്കെ ചെയ്യുമ്പോഴാണ് അത് അവരുടെ സ്റ്റാർഡം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാസ് കാര്യമായിട്ടാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലർ കാണുമ്പോൾ. അപ്പോൾ ഇത് ആ വിധത്തിൽ സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആസിഫയുടെ തലവൻ. അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ്. കാര്യം ഇതിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മുടെ ഒരു എവറിഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളൂ. എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റവും ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം. ആസ്മിക, മലയാളികളുടെ യൂത്ത് ഐക്കണായിട്ടുള്ള യൂത്ത് സ്റ്റാർ എന്ന് തന്നെ പറയാം. ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രതിനായകനായിട്ട് ഒരു വില്ലൻ വേഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇടികൊള്ളുന്ന ഒരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഒരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയരെ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ. അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല. ഇയാൾ നായകനാണ്, അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനിലേക്ക് പോകാതെ എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും. ഇവൻ ചിലപ്പോൾ ചതിച്ചേക്കാം, ചിലപ്പോൾ ഇവൻ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. അനുരാഗകരിക്കും വെള്ളത്തിൽ അച്ഛനും മോനുമായിട്ട് അഭിനയിച്ചു. അപ്പം ഇപ്പോഴും സോഷ്യൽ മീഡിയ കറങ്ങുന്ന ഒരു സീനുണ്ട്, മറ്റേ അടി കിട്ടുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ. അപ്പൊ ഈ സിനിമ അതല്ല, അടിച്ചിട്ടുണ്ടെന്നല്ല, ഈ സിനിമ വരുമ്പോൾ അതിനൊരു പ്രതികാരമല്ലോ തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളതുകൊണ്ടല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയോ എന്ന് ചോദിച്ചോളൂ. ഇല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല.
അതെ, എനിക്ക് പക്ഷെ ബീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കുംവെള്ളം എടുത്തു പറയണം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ചിലപ്പം ബീച്ചേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. കരിക്കുംവെള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും, രഘുവിനെയും അഭിയെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ കണ്ടിട്ട് ഇരട്ട പറ്റതാണെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ജിസേട്ട, നേരത്തെ കണ്ടപ്പോൾ നമുക്ക് കോടതിയുടെ ഒരുപാട് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചില സിനിമകളൊക്കെ അങ്ങനെ എഡ്യൂക്കേറ്റിംഗ് ആണല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി തലവല്ലോ? ഇല്ല, അത്തരം ഓൾറെഡി പ്രേക്ഷകന് അറിയാവുന്ന കാര്യങ്ങളില്ലേ, അതെല്ലാം ഞാൻ സൂചിപ്പിച്ച് പോയിട്ടേ ഉള്ളൂ. ഇപ്പം അങ്ങനെ ഒരു കോടതി വിഷയം വരുമ്പോൾ ആ കോടതിയുടെ എത്രത്തോളം ചെറുതാക്കി കാണിക്കാം എന്നുള്ളതാണ് ഈ സിനിമ ഇതുവരെ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു സംഭവം നടന്നു, ആ സംഭവത്തിന് ശേഷം നമുക്കറിയാം ഇന്ന ഫോർമാലിറ്റീസ് ഉണ്ട്, അതെല്ലാം ഒരു മൊണ്ടാഷ് പോലെ കാണിച്ചു പോയിട്ടുള്ളൂ. ബാക്കി പ്രേക്ഷകർക്ക് അറിയാലോ, അത് ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ വലിച്ചു നീട്ടാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ആസിഫ് ഖാനായിട്ട് ഇത്രയധികം സിനിമകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഒരു ഫാക്ടർ ഉണ്ടാവും ഡെഫിനറ്റ്ലി, സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും. അപ്പോൾ ഇപ്പോൾ ബിജു ചേട്ടനോടൊക്കെ നരേറ്റീവ്, ഇപ്പോൾ ബിജു ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആണല്ലോ. അപ്പോൾ ആരോടെങ്കിലും ഇങ്ങനെ ഒരു വേദിയിൽ ഭാര്യയെ പറ്റിയൊക്കെ പറയണമെങ്കിൽ കുറച്ചും കൂടി കാവ്യാത്മകമായിട്ട് പറഞ്ഞത്. ബിജു ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, സ്ക്രിപ്റ്റ് പറയാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അതൊരു ഈസിയാണോ? അല്ല, ബീച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ബീച്ചേട്ടൻ നിങ്ങൾ, എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് ബീച്ചേട്ടനെ അടുത്ത് അറിയാമെന്നുള്ളൂ. എന്നാൽ ബീച്ചേട്ടനെ അടുത്ത് അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം, വളരെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ബീച്ചേട്ടൻ അതിൻ്റെ എൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം. ആ ഒരു ഇപ്പോൾ ഒരുപക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, ബൈ ബർത്ത് കിട്ടുന്ന കുറച്ച് കഴിവുകളുണ്ട്, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന ബീച്ചേട്ടൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പം ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു, ബീച്ചേട്ടാ ഈ കഥ 45 മിനിറ്റിലും പറയാം, 2.25 മണിക്കൂറിലും പറയാം, ഞാൻ എങ്ങനെ പറയണം? അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി നീ ചുരുക്കി പറയാം എന്നുള്ളതായിരിക്കും. അപ്പോൾ നീ വലുതാക്കി പറ, നിനക്ക് എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് പറയാം. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു മറുപടിയല്ല പ്രതീക്ഷിച്ചത്. സോ ബീച്ചേട്ടനോട് കഥ പറഞ്ഞു, കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിൻ്റെ പേരുൾപ്പെടെയാണ് ബീച്ചേട്ടൻ തിരിച്ചു ചോദിക്കുന്നത്. അയാൾ എന്തുകൊണ്ടായിരിക്കും, ഇപ്പം മാത്യു എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്, രഘു എന്താ ഇങ്ങനെ നോക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളും. അതെനിക്ക് ബീച്ചേട്ടനെ, ആ ഒരു ബീച്ചേട്ടനെ എനിക്ക് അറിയില്ല, ബീച്ചേട്ടനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ. ബീച്ചേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഷ്രൂഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജിസേട്ടാ, നോർമലി ഒരു ത്രില്ലർ പടം എന്ന് പറയുമ്പോൾ ഓരോ 10 മിനിറ്റിലും വെച്ചെങ്കിലും ടെസ്റ്റ് കൊടുത്ത് പ്രേക്ഷകനെ അടുത്തത് എന്തെന്ന് ഉണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി എലിമെന്റ് ഉണ്ടല്ലോ. ഇപ്പൊ തലമേലായാലും ശരി അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടുപേര് ആസിഫിക്കായാലും ബിജുമേനും ആ ഒരു കോമ്പോയിലുള്ള ഈഗോ ക്ലാഷ് നമ്മൾ ഒരുപാട് സിനിമകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമയിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ സർപ്രൈസ് എലിമെന്റ്സ്? അല്ല, അതാ പറഞ്ഞത്, നേരത്തെ വിചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഈഗോ ക്ലാഷിന്റെ കഥയല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാരണം എനിക്കൊരു ട്രെയിലർ കണ്ടപ്പോഴും പോസ്റ്റർ കണ്ടപ്പോഴും ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നത് ഇതൊരു ഈഗോ ക്ലാഷിന്റെ കഥയാണെന്നുള്ളതാണ്. പക്ഷെ ഈഗോ ക്ലാഷിന്റെ കഥയല്ല. ഒരിക്കലും ഒരു അയ്യപ്പനും കോശിയോ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സിനിമ കാണരുത്. കാരണം അതല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കഥ, അതൊരു സബ് ലെയർ മാത്രമാണ്. രണ്ടുപേരുടെ, ഉറപ്പായിട്ടും ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന 2 പോലീസുകാരുടെ കഥ പറയുമ്പോൾ പോലീസിന്റെ ഒരു ഹൈറാർക്കി പറഞ്ഞു പോയിട്ടുള്ളൂ. പോലീസിലുള്ള ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ, കോൺസ്റ്റബിളിന്റെ മുകളിൽ SI, SIയുടെ മുകളിൽ CI, അങ്ങനെ ആ ഹൈറാർക്കി തമ്മിലുള്ള ഈഗോ പറഞ്ഞു പോയിട്ടുണ്ട്, ഇവർ തമ്മിലുള്ള ഈഗോയും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഈഗോ അല്ല ഈ സിനിമ. ഇത് കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്, ഒരു കുറ്റാന്വേഷണ കഥയാണ്. ഇപ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം ആണെന്നാണ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ വരെ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. സൂസു പ്രണയകഥ വലിയ വിജയമാണ്. ഇപ്പോൾ ഏറ്റവും ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ മഞ്ഞമ്മലും അല്ലെങ്കിൽ പ്രേമലും ഒക്കെ 100 കോടിയിലേക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പ്രഷറാണോ അതോ നല്ലതാണെങ്കിൽ സ്വീകരിക്കുമ്പോൾ കോൺഫിഡൻസ് ആണോ, എന്താ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എങ്ങനെ? പ്രഷറില്ല. നമ്മൾ ജെന്യുവനായിട്ടൊരു എഫേർട്ട് എടുക്കുന്നു. ആ എഫേർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്. പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ ഒട്ടും മുൻവിധികളോടെ അല്ലെങ്കിൽ മുൻവിധികളുമായിട്ട് നിങ്ങളായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് അങ്ങനെ അതൊരു മാജിക്കാണല്ലോ. സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിനുള്ളിൽ സംഭവിക്കുന്ന ഒരു മാജിക്കാണ്. യാതൊരുവിധ പ്രഡിക്ഷനും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ സിൻസിയർ ആയിരിക്കുക, നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ അത് ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രഷർ എന്തായാലും ഇല്ല. അപ്പം നമുക്കങ്ങനെ സിനിമകൾ വിജയിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക്, ഇപ്പം 5 മാസം കഴിയുന്നു. ഈ 5 മാസത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ച ഇൻഡസ്ട്രിയാണ് മലയാളം, അല്ലേ? 5 സിനിമകൾ 6 സിനിമകളോട് 100 കോടി ക്ലബിൽ കയറി, 2 സിനിമ 200 കോടി ക്ലബിലേക്ക് എത്തി. അത് വലിയ നേട്ടം തന്നെയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പ്രേക്ഷകരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണാനുള്ള പ്രേക്ഷകരുടെ ആ മനോഭാവം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പായിട്ട് സന്തോഷം തരുന്ന കാര്യമാണ്. സിനിമ നന്നായ ഉറപ്പായും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരും എന്ന അടിവര ഇടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഉറപ്പായിട്ടും 100% സന്തോഷം തരുന്ന കാര്യമാണ്. ടെർബോയുടെ റിലീസർ ഉള്ളതുകൊണ്ടെങ്കിൽ സിനിമ മാറ്റാൻ വകുപ്പുണ്ടെങ്കിൽ മാറ്റിയാനേ. ആസ് എ പ്രൊഡ്യൂസർ പേടിയുണ്ടോ 24-ാം തീയതി പടം ഇറക്കുമ്പോൾ ടെർബോ മുട്ടിക്കുമ്പോൾ? അല്ല, പേടിയില്ലപ്പാ, പേടിയില്ല. നമ്മളല്ലേ സിനിമ വിജയിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കൂടെ ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമ വലിയ വിജയമാകുന്നു, ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരും, അല്ലേ? തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്ന സമയത്ത് സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഭയങ്കര ഡ്രൈ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾ വരാത്ത സമയത്ത് വേറെ ഒരു സിനിമയില്ല, എന്നാൽ നമ്മുടെ സിനിമ ഇറക്കാമെന്ന് പറയുന്നതിൽ കാര്യമില്ല. സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുമ്പോൾ സിനിമ ഇറക്കുന്നത് തന്നെയാണ് സന്തോഷം. പിന്നെ മമ്മൂക്കയൊക്കെ ഒരു സ്റ്റാർ, നമ്മൾ അങ്ങനെ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ പോകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസ് വരുന്ന സിനിമയാണ്. അത്തരം ഒരു സിനിമ വന്ന് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സിനിമ വരുമ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യും പ്രേക്ഷകർ എന്ന് തന്നെയാണ് വിശ്വാസം. കഥാപാത്രങ്ങളെ ബാലൻസ് ചെയ്യാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്? ഇപ്പൊ ആസിഫിക്കയുടെ കഥാപാത്രം മുകളിൽ പോകാനോ പാടില്ല, അല്ലെങ്കിൽ ബിജുചേട്ടന്റെ കഥാപാത്രം താഴെ പോകാനോ എപ്പോഴും 2 ഹീറോസിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ, ഒന്നിലധികം ഹീറോസിനെ വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന, അത് എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തിലും അതിനൊപ്പം തന്നെ മേക്കിങ്ങിലും. കാരണം 2 പേരും ഫേസ് വാല്യൂ ഉള്ള, 2 പേരും മാർക്കറ്റ് വാല്യൂ ഉള്ള, ഫാൻസ് ഉള്ള, എന്താ പറയുക, അങ്ങനത്തെ 2 താരങ്ങളാണ്. സോ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് 2 പേർക്ക് നമ്മളായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കരുത്. പിന്നെ എത്രത്തോളം ഇത്രയും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. അവരെ എത്രത്തോളം ജെല്ല് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, ഇത്ര മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു സിനിമ ഇവർ 2 പേരും കണ്ടതാണ്. അത് ഒരാൾ മുകളിലോ ഒരാൾ താഴെയോ അങ്ങനെ ആക്കിയിട്ടല്ല ഈ സിനിമ തുടങ്ങുന്നതും തീരുന്നതും. എന്തുകൊണ്ട് തലൈവൻ വരും? തലൈവനല്ല, തലവൻ. തലവൻ ഈ പറയുന്ന ഈ സിനിമയിൽ എവിടെയും നമ്മൾ ആരാണ് തലവനെന്ന് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ റൈറ്റർ എന്ന് വെച്ചാൽ സംഭാഷണം എഴുതിയിട്ടുള്ള ആളാണ്. കഥയും തിരക്കഥയും വേറെ 2 പേരെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതിനെ സംവിധായകൻ എന്നുള്ള രീതി പറയാം. ഇത് ഞാൻ മനസ്സിലാക്കുന്ന തലവൻ സിസ്റ്റം തന്നെയാണ്. പോലീസിലെ വളരെ വാരീഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ തലവൻ എന്ന് പറയുന്നത്. ജിസേട്ടൻ ഇപ്പൊ റിവ്യൂ ബോംബിംഗ് ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതോ പ്രേക്ഷകരോട് എന്താണ് അത് പറയാനുള്ളത്? ഒരിക്കലും അങ്ങനെ ഒരു തോന്നലില്ല, ഒരിക്കലുമില്ല. അതിനെ നമുക്ക് ഒരിക്കലും ആ ഒരു വിഷയത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അത് എതിർക്കുന്ന ശുദ്ധ മണ്ടത്തരവുമാണ്. കാരണം കാശ് കൊടുത്ത് സിനിമ കണ്ട ഒരാൾക്ക് അവനവന്റെ അഭിപ്രായം എവിടെ നിന്നും പറയാം. വീട്ടിൽ നിന്ന് പറയാം, ക്യാമറ നോക്കി പറയാം, കലിംഗന്റെ മുകളിൽ നിന്ന് പറയാം, ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും പറയാം. അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അതിനെ വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അരുൺ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഈ 5 മാസത്തിനുള്ളിൽ എത്ര വലിയ 100 crore 50 crore അവിടെ നിൽക്കട്ടെ, എത്ര മനോഹരമായ സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രി സമ്മാനിച്ചത്. മറ്റു ദേശത്തുള്ള ഇപ്പൊ ബിജുചേട്ടൻ പറയുകയാണ്, ബിജുചേട്ടൻ മുരുകദോസിന്റെ സിനിമയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സിനിമയിലുള്ള മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവര് മലയാള സിനിമയെ വളരെ പോസിറ്റീവായിട്ട് ഉറ്റുനോക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ കാലത്ത് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധൈര്യമാണ്. എന്ത് കണ്ടന്റും ഇപ്പൊ സിനിമയാക്കാൻ പറ്റുമല്ലോ. അത് വെൽക്കമിങ് ആണ് കേട്ടോ. ഒരു രീതിയിലും അത് വോൾഹാർട്ടഡ്ലി പറയുന്നതാണ്. നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനോ എതിർക്കാനുള്ള അവകാശമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ചേട്ടൻ സിനിമകളിലെ ഡയലോഗുകൾ ഉണ്ടല്ലോ, എതിരെ നിൽക്കുന്നവരുടെ ഉള്ളിൽ മനുഷ്യന് വിരലുകൾ തന്നിട്ടുള്ളത് ചേർക്കാനാണ്. അപ്പൊ ഈ പടത്തിലെ ഡയലോഗ് എഴുതുമ്പോൾ അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതാൻ പറ്റാത്തതിലൊരു സങ്കടം ഉണ്ടായിരുന്നു? ഇല്ല, നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതണമെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. നമുക്ക് പറയുന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ വേണമെങ്കിൽ എഴുതാം. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു സിനിമ, ആ സിനിമയ്ക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പാട്ടുകൾ എഴുതുന്നുണ്ട്. ഇപ്പൊ സൺഡേ ഹോളിഡേയിൽ മഴപാടും കുളിരായി എന്നുള്ള പാട്ട് എഴുതിയത് ഞാനാണ്. ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ
മിഴി അകന്നു പോയോ എന്ന് എഴുതിയതും അതേ സിനിമയിൽ തന്നെ കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡനം എന്ന് എഴുതിയതും ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു സിനിമയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്താൽ എന്തും പോലെ ഏച്ച് കെട്ടിയാൽ മുഴച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ അതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിനിമ ഇപ്പൊ വളരെ റിയലിസ്റ്റിക്, താങ്കൾ ചോദിച്ച പോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന സമയമാണ് സിനിമ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് എഴുതാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കോസ്റ്റ് പ്ലസ് GST എന്നൊക്കെ പറയുന്ന പോലെ ജിസ് ജോയിൻ എടുത്താൽ ലിറിസിസ്റ്റിന്റെ അതും നടക്കുമോ? അതല്ല, അത് പാട്ട് ഒരുപക്ഷെ പാട്ടെഴുത്ത് ഞാൻ സിനിമാ സംവിധായകനാകണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് ആഗ്രഹിച്ചിരുന്നതാണ് പാട്ടെഴുത്തുകാരനാകണം എന്നുള്ളത്. അപ്പം ഓഫ് കോഴ്സ് മറ്റൊരാളെ പറഞ്ഞ് എൻ്റെ സിനിമയുടെ മൂഡ് ഇതാണ്, ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തന്നെ എഴുതാൻ അല്ലേ, അത് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ചെയ്യുന്നതാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആസിഫയുടെ ഇപ്പോഴും പുകഴ്ത്തപ്പെടുന്ന 2 സീൻസാണ് മറ്റേ ട്രാഫിക്കിൽ ആ സ്മൈലും ഇപ്പോൾ പറഞ്ഞ പോലെ വെള്ളത്തിൽ അടി കിട്ടുന്ന സീൻ. അങ്ങനത്തെ എന്തെങ്കിലും പെർഫോമൻസ് മൊമെന്റ്സ് ഇതിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ആ ഈ പറയുന്ന കാർത്തിക് എന്ന് പറയുന്ന കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പെർഫോമൻസസ് ഉണ്ട്. ഈ പറയുന്ന എന്തറിയോ, ഒരു ഡയറക്ടറുടെ കൈ കിട്ടുമ്പോൾ പൊട്ടൻഷ്യലുള്ള 2 ആർട്ടിസ്റ്റുകൾ, ഏത് ആർട്ടിസ്റ്റിനെ കൈ കിട്ടിയാലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റാർക്കും അതിന്റെ ഉത്തരവാദിത്തം ഷെയർ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് എൻ്റെ മാത്രം പ്ലസ് ആണ്. അത് എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാ റൈറ്റേഴ്സിനും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇവർ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആർക്കറിയാമോ ചെയ്തത് ബിജുവേട്ടനാണ്. അതേ ബിജുവേട്ടൻ തന്നെയാണ് ഓർഡിനറിയും വള്ളിമുഖയും ചെയ്തത്. അപ്പുറത്ത് ശ്രീവാച്ചൻ കെട്ടിയുള്ളണ്ട് മാലാക ഷോൾഡർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കഥാപാത്രമാണ്, ഉയരയിലെ കഥാപാത്രം. അപ്പോൾ അത്രയും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയൂ. ഇപ്പോൾ നീംബോളിക്ക് വിനീത് ശ്രീനിവാസൻ എന്ന പോലെ ആസിഫിക്ക് എന്താണ് ജിസ് ജോയ് ആണല്ലോ, ഒരു ഏത് സമയത്ത് ഒരു താങ്ങായിട്ട് വരും, അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു കോംപ്ലിമെന്റ് അല്ലേ അത്? കോംപ്ലിമെന്റ് ആണ്. കറക്റ്റ് സമയത്താണല്ലോ വരുന്നത്. കറക്റ്റ് സമയത്ത് അങ്ങനെ പറഞ്ഞത് സിനിമ നന്നാവട്ടെ എന്നല്ലേ? സിനിമ നന്നാവട്ടെ, പക്ഷെ അതാ പറഞ്ഞേ, ഇത് കറക്റ്റ് സമയത്ത് വരെ കുറച്ച് ഫെയിലിയറിലെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു താങ്ങായി സപ്പോർട്ടായിട്ട് വരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയല്ലേ? അതായത് അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ആസിഫിനെ എനിക്ക് താങ്ങായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബൈസൈക്കിൾ ദിവസം മുതൽ എത്രയോ ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞിട്ട് അവർക്ക് ആർക്കും മനസ്സിലാവാത്ത സിനിമയാണ് ആസിഫ് എനിക്ക് കൈ തന്നത്. അന്ന് മുതൽ എനിക്ക് നിങ്ങൾ പറയുന്നത് ഡിപ്ലോമസി കൊണ്ട് പറയുന്നതല്ല, തിരിച്ചാണ് തോന്നുന്നത്. 1.5 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യാൻ ഇദ്ദേഹം ഉള്ളതുകൊണ്ട് പറ്റുന്നുണ്ട്. ഇവരുടെ കോംബോ, വിജയേട്ടന്റെയും ആസിഫിക്കയുടെയും കോംബോ എന്ന് പറയുന്നത് ഹിറ്റ് കോംബോയാണ്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുത്താണോ അവരെ, അതോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതി തിരഞ്ഞെടുത്താണോ? ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ലാൽ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പരസ്യങ്ങൾ അദ്ദേഹത്തെ വെച്ച് സംവിധാനം ചെയ്യാനായിട്ട് 50-55 പരസ്യങ്ങൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ആഗ്രഹമുള്ള ഒരാളാണ് ബിജുവേട്ടൻ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിൽ ജിഷ്ണുവിന് വേണ്ടിയിട്ട് ഞാൻ ശബ്ദം കൊടുത്തത്. അപ്പോൾ അത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാലക്കാട് ഭാഷ ഒരാൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയാണ് 2000-ൽ. അപ്പൊ എനിക്കറിയാം ഒരു ഡബിങ്ങിൽ ആർട്ടിഫിഷ്യൽ അല്ലാതെ ഒരു ആക്സെന്റ് പിടിക്കൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആക്സെന്റ് പിടിക്കുന്നതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കില്ലാടി എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. രാജമാണിക്യമാണെങ്കിലും പ്രാഞ്ചിയേട്ടനായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പാലക്കാട് പിടിച്ചിരിക്കുന്നത്, ലൗഡ് സ്പീക്കർ വേഷം എന്ന് പറഞ്ഞ സിനിമയിൽ കോഴിക്കോട് പിടിച്ചിരിക്കുന്നത്. അത്രയും സട്ടിലായിട്ട് ഭാഷ പിടിക്കുന്ന ഒരാൾ നമ്മൾ എപ്പോഴും ഞെട്ടിയിരിക്കുന്ന മമ്മൂക്കയെ കണ്ടിട്ടാണ്. അതുപോലെ ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ഓർഡിനറി ആണ്. കാരണം പാലക്കാട് ഭാഷ അത്രയും മനോഹരമായിട്ടാണ്. അപ്പൊ അതിന്റെ ഞാൻ ഡബ് ചെയ്തതിന്റെ നെക്സ്റ്റ് ഡേ എനിക്ക് സംയുക്ത ചേച്ചിയെ വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോടാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, ചേച്ചി ബിജുവേട്ടൻ എനിക്ക് യാതൊരു പരിചയമില്ല, ചേച്ചി വീട്ടിൽ ചെല്ലുമ്പോൾ പറയണം, ഞാൻ പടം കണ്ടു, അസലായിരിക്കുന്നു, ചേട്ടൻ മനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്, അസലായിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കാണ്, പുഷ്പയുടെ ഡബിങ് വല്ലതും ആയോ? പുഷ്പ എനിക്ക് ജൂലൈയിലാണ് അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, ഒരാഴ്ച ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പുഷ്പ 2-ന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട്. അത്രേ ഇപ്പൊ അറിയുള്ളൂ.
ആസിഫ് ഖാൻ, ഈ യങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ടൈം സ്പാൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പോൾ മറ്റു നടന്മാരൊക്കെ നോക്കുമ്പോൾ ആസിഫ് ഖാക്ക് അത് കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ തൊട്ടിട്ട് ഇപ്പോൾ തലവൻ വരെയും യങ് ആണല്ലോ. അത് ഒരു ചോയ്സ് ആണോ? അത് എപ്പോഴും അങ്ങനെ ശരീരം കൊണ്ടിരിക്കുക, അതൊരു കോൺഷ്യസ് എഫേർട്ടായിട്ട് എടുത്തിട്ടുണ്ടോ എപ്പോഴും? ഇല്ല, എൻ്റെ അടുത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെയുള്ളതായതുകൊണ്ടാണ്. ഞാനായിട്ടൊരു കോൺഷ്യസ് എഫേർട്ട് അതിനു വേണ്ടി ഇട്ടിട്ടില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ യങ്ങായിട്ട് ഇരിക്കുമ്പോൾ മാക്സിമം യങ്സ്റ്റർ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു. അതിൻ്റെ അകത്താണ് അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു ലുക്കിൽ ഞാൻ ട്രൈ ചെയ്തു. അപ്പം ഉറപ്പായിട്ടും അങ്ങനെ വന്നാൽ ഇപ്പം ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്തും സാജൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ആക്ച്വൽ പ്രായത്തിനേക്കാളൊക്കെ കുറെ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പം ഞാൻ ബോധപൂർവം അങ്ങനെ ചൂസ് ചെയ്യാറില്ല, പക്ഷെ എൻ്റെ അടുത്തേക്ക് വരുന്നതിൽ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് യങ്സ്റ്റർ ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ഈ ന്യൂ ജനറേഷൻ ലേബലൊന്ന് പൊളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഹണിബി, കിളിബോയി പോലുള്ള സിനിമകൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പൊ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്. ഈ നമ്മുടെ എല്ലാവരും വലിയ പ്രതീക്ഷയോട് കൂടി കണ്ടുവരുന്ന സിനിമയാണ് രോഹിത്തിന്റെ സിനിമ. അപ്പോൾ ആർ യു റെഡി ഫോർ ഡെൻവർ എന്ന് പറയുന്ന ടിക്കറ്റൊക്കെ ആ ഒരു പോസ്റ്റർ ഭയങ്കര വൈറലായിരുന്നു. മലയാളത്തിൽ അങ്ങനെ സിക്സ് പാക്ക് ഒക്കെ പോലുള്ള ഒരു ആൾ അത് കുറച്ച് റയർ ആയിരുന്നല്ലോ. അപ്പോൾ ഡെൻവർ എപ്പോഴോട്ട് ഓൺ ആയിരിക്കും? ടിക്കറ്റൊക്കെ എപ്പോഴോട്ട് ഓൺ ആവും? ഇപ്പൊ എനിക്കൊരു കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് 9 months ആണ്. ഷൂട്ടിനിടയിൽ എനിക്കൊരു ആക്സിഡന്റ് ആയി. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എൻഡോട് കൂടി അത് ജോയിൻ ചെയ്യാനുള്ളൊരു പരുവത്തിലേക്ക് എത്തും. കാര്യം ആ സിനിമ ഒരു ഫുൾ കോൺഫിഡൻസിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് ആക്ഷൻ വരുന്ന ഒരു പക്ക തിയേറ്റർ എലമെന്റ്സ് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ അതൊരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ചെയ്യണം എന്നുണ്ട്. ഇപ്പൊ ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവണോ അതിന്. അപ്പൊ അതിനുള്ളൊരു എഫേർട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. പിന്നെ അതെല്ലാം ഒലിച്ചു പോയി. ഇപ്പൊ രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ സ്റ്റുഡിയോസിന്റെ ആക്ച്വലി ബിസിനസ്സുകൾ എന്നുള്ള വിധത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സക്സസ് പെർസെൻറ്റേജ് കുറവുള്ള ഒരു കാര്യമാണ് സിനിമ. എന്നിട്ട് നമ്മൾ സിനിമ ചെയ്യണമെങ്കിൽ അതിനോട് നമുക്ക് ആ പാഷൻ വേണം, ഇഷ്ടം വേണം. അപ്പോൾ ആദ്യ സിനിമയാണല്ലോ. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കാം ആ ഒരു ഐഡിയ അത് തലവെന്ന സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്? അല്ല, ഒരിക്കലും അല്ല. കാരണം ലണ്ടൻ ബേസ് ചെയ്താണ് ഒരു ഒട്ടുമിക്ക മലയാള പടങ്ങളുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കാനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അരുണിനെ എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാം, അതുപോലെ ആസീനെ അറിയാം. അങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ ഇതിന് മുമ്പ് പല പ്രൊജക്റ്റും ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. ഇതിങ്ങനെ ഒരു പ്രൊജക്റ്റ് ഓണായി വന്നപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ബിസിനസ് ഒരു എലമെൻ്റ് ഉണ്ട്, ബട്ട് സംതിങ് ടു ഡു വിത്ത് എ ഗുഡ് ഫിലിം. വിജയേട്ടാ, കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ അല്ലെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആർക്കറിയാം സിനിമയിലെ കഥാപാത്രം പോലെ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് പ്രേക്ഷകർ ഏറ്റവും കൂടി ഞെട്ടിയ ഗരുഡനിലെ ആ കഥാപാത്രമുണ്ട്. അപ്പം സുരേഷേട്ടനായിട്ട് പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ചേട്ടൻ സൈക്കോ മോഡിലേക്ക് പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പ്രേക്ഷകരെ ഏറ്റവും കൂടി ഞെട്ടിച്ച തലവനിൽ അതേപോലെ പ്രേക്ഷകർ ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രമാണോ? ഒരു കഥാപാത്രം മാത്രമായിട്ടല്ല തലവൻ, നല്ലൊരു ഫയറുള്ളൊരു സ്റ്റോറിയാണ് ആക്ച്വലി. പിന്നെ അതിലത്തെ സീൻസ് എല്ലാം ഇൻവെസ്റ്റിഗേഷനായിട്ട് കണക്റ്റഡ് ആണ്. ഒരേ സിറ്റുവേഷനുള്ള 2 പേര് ഇൻവോൾവാണ്. കൂടുതൽ പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫയറുണ്ട് ഓരോ സീൻ ടു സീൻ പോകും തോറും. കാരണം ഓൾമോസ്റ്റ് നമ്മൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയായിട്ടൊരു ഗ്രാഫും പേസും ഒക്കെ ഫിലിമുണ്ട്. നമുക്ക് അഭിനയിച്ചുകൊണ്ട് വരുമ്പോൾ സ്ക്രിപ്റ്റുള്ളതിനേക്കാൾ എനിക്കാണ് ജസ്റ്റ് ഒരുപാട് ഈ നമ്മൾ പെർഫോം ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഡയലോഗ്സും എൻ്റെ ഒരു ടെമ്പോ ഏരിയയിലൊക്കെ നന്നായിട്ട് മാറ്റും. ഞാൻ ഓരോ സീനിനും ആവശ്യമില്ലാത്തൊരു സീൻ ഈ മൂവിയിലില്ല. ഒരു സീൻ അടുത്ത എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിൽ പെർഫോമൻസാണ്. എല്ലാ സീനും പെർഫോം ചെയ്യേണ്ട സീൻസ് തന്നെയാണ്. ലൈറ്റ് സീൻസ് വളരെ കുറവാണ് ആക്ച്വലി സിനിമയിൽ. എല്ലാ സീൻസിലും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ കഥ പറയുമ്പോൾ അടുത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാനൊരു 2.5 മണിക്കൂർ ഇരുന്ന് ഫുൾ അത് കേട്ടതിൻ്റെ കാര്യം. ഒരു സീൻ ടു സീൻ പോകുമ്പോൾ നമുക്ക് അടുത്ത് കേൾക്കാൻ തോന്നുന്നതെന്ന് പറയും. കഥ പറയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഒരുപടി മോഡിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്.
മിയോടാണ്. ഡ്രൈവിംഗ് ലൈസൻസിലെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നോട്ടീസബിൾ ആയിരുന്നു. ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുപോലെ തന്നെ റിമാർക്കബിൾ ആയിരിക്കോ ഈ ഒരു തലവലിലെ ക്യാരക്ടർ? അത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്താ പറയുന്നത്, ചിലപ്പോൾ നമ്മളിങ്ങനെ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഒരുപാടൊന്നും കാണത്തില്ല, പക്ഷെ ചില ഡയലോഗുകൾ ഭയങ്കര ക്ലിക്കാവും അല്ലേ? ഇപ്പൊ തന്നെ നേരത്തെ ഇവിടെ സംസാരിച്ചവര് പറയുന്നുണ്ട്, മോൻ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ മോൻ ഹാപ്പി ആണോ, ആ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ, പക്ഷെ അതെല്ലാവരും അങ്ങ് ഏറ്റെടുത്തില്ലേ. അപ്പൊ അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് സിനിമകളിലുണ്ട് ചില ചെറിയ കാര്യങ്ങൾ വളരെ ക്ലിക്കായി വരുന്നത്. അതേപോലെ ചില ക്യാരക്ടേഴ്സ് ആദ്യം പോലെ അവസാനം വരെ ത്രൂ ഔട്ടുള്ള ചില ക്യാരക്ടേഴ്സ് കാണുമായിരിക്കും, പക്ഷെ ആ ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ ക്ലിക്കാവുന്നത് ചിലപ്പോൾ ഒന്ന് വന്നു പോയ ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു നോട്ടം, അയാളുടെ നോട്ടം കൊള്ളായിരുന്നു, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോ ഇതിലെ എൻ്റെ ക്യാരക്ടറും ഈ പറയുന്ന പോലെ ലെങ്ത് വെച്ചോ അങ്ങനെയൊന്നും അല്ല ഞാൻ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു സിനിമയുടെ ഒരു നോട്ടബിൾ പാർട്ടാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശമുള്ളത്. അപ്പോൾ അത് അങ്ങനെ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബാക്കി പ്രേക്ഷകർ കാണുന്ന പോലെ. ഇവിടെ മുരുകദോസിന്റെ ശിവകാർത്തികനോടൊപ്പം ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉള്ളത്. അതല്ലേ ഉള്ളൂ എന്നുള്ളത് ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അതെ 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 അതെ, ചെന്നൈയിൽ നിന്ന് വിഷൻ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് നിന്നാണ് വന്നത്. അവിടെ മുരുകദോസ് സാറിന്റെ ശിവകാർത്തികേയൻ അഭിനയിക്കുന്ന സിനിമയിൽ വിചേട്ടനാണ് പ്രധാന വേഷം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം വന്നത്. വലിയ ഫൈറ്റ് സീക്വൻസുകളൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിനെ പറ്റിയാണ് അല്ല, അതൊരു മുരുകദോസ് ഫിലിം തന്നെയാണ്, ടിപ്പിക്കൽ മുരുകദോസ് ഫിലിം തന്നെയാണ്. ശിവകാർത്തികന് വലിയ ബഡ്ജറ്റ്, കൊമേഴ്സ്യൽ വലിയ ബഡ്ജറ്റ്, വലിയൊരു വർഷത്തോളം വരുന്ന ഷൂട്ടുള്ള മൂവിയാണ്. നല്ല അല്ല, സംവിധായകനാണ്. ഇപ്പം നിലവില് വളരെ ചർച്ചാ വിഷയമായ ചില കാര്യങ്ങളുണ്ട്. അതായത് ജാതി പറയാൻ പാടില്ല സിനിമയിൽ, അതുപോലെ മറ്റു പല പല സമൂഹത്തിൽ നിലനിൽക്കുന്നത് ആയ പല കാര്യങ്ങളും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട വെച്ച് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇവരൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ സ്റ്റേറ്റ്മെന്റിന് എങ്ങനെ കാണുന്നു? എനിക്ക് സിനിമ ആരെയും മുറിവേൽപ്പിക്കാനുള്ള ഒരു ഉപകരണം അല്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഉറപ്പായിട്ട് എത്ര കാലം സിനിമ ചെയ്തു, ഈ മാധ്യമങ്ങളിൽ എത്ര കാലം ഉണ്ടോ അത്രയും കാലം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സമൂഹത്തെയും പ്രത്യേകിച്ച് മതസമൂഹത്തെ ഒരു കാരണവശാലും പ്രഖ്യാനുള്ള മുറിവേൽപ്പിക്കാനുള്ള ഉപാധിയല്ല ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മീഡിയം എന്ന് പറയുന്ന സിനിമ. കാരണം ഈ ലോകത്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും ദൈവമേ എന്ന് വിശ്വസിച്ച്, ഒരു മതത്തിൽ വിശ്വസിച്ച്, ഒരു ബിലീഫിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു പരിപാടിയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ നമ്മളിവിടെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാടിൻ്റെ നിയമങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്നത് പോലെ സെൻസർ ബോർഡും അതിന് നിഷ്കർഷിച്ചിരിക്കുന്ന ആൾക്കാരും എന്ത് പറയുന്നോ അതിനെ പാലിച്ചുകൊണ്ട് സിനിമ ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം. അതൊന്നും വെല്ലുവിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പേഴ്സണലി. അപ്പോൾ എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് സിനിമ വരട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ഒരുപാട് പേർ കഷ്ടപ്പാടാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണ്, അത് വലിയൊരു ഹിറ്റ് ആവട്ടെ. 24-ാം തീയതി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? 24-ാം തീയതി കാണാൻ വരുന്ന പ്രേക്ഷകരോട് നമ്മൾ എല്ലാ സിനിമയും, ഞങ്ങളുടെ സിനിമ മാത്രമല്ല എല്ലാ സിനിമയും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സിനിമകളാണ്. അപ്പോൾ കോവിഡൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട്, ഇനി ഒരു നല്ല കാലം ഉണ്ടാവും, തിയേറ്ററിലേക്ക് ആൾക്കാർ തിരിച്ചു വരുമോ എന്നൊക്കെയുള്ളൂ. പക്ഷെ അതൊക്കെ മാറിയിട്ട് മലയാളം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് 1000 സെല്യൂട്ട് അടിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എന്ത് തരം കണ്ടന്റും നല്ലതാണെങ്കിൽ, എത്ര റിവ്യൂ ബോംബിംഗ് ഉണ്ടെങ്കിലും നല്ല സിനിമ വിജയിപ്പിക്കുന്ന പ്രേക്ഷകരെ അവരെ തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രീതിയിലുള്ള വീരവാദമോ ക്ലെയിമോ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നില്ല. 24-ാം തീയതി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും തലവൻ എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള രീതിയിൽ പക്ക കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ പ്രേക്ഷകനെയും ദൈവത്തിനെയും മാത്രം
വിശ്വസിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പടം കാണണം. നിങ്ങൾക്ക് എന്ത് തന്നെ തോന്നിയാലും ആത്മാർത്ഥമായിട്ടുള്ള ഹോണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എഴുതണം, നിങ്ങൾ പറയണം. താങ്ക് യു. താങ്ക് യു.